നമസ്കാരം. ഇന്ന് ടോമി ചേട്ടൻ 2 വിളവെടുപ്പാണ്. ഒന്ന് വെണ്ടക്ക, 2 ഇളവൻ കുമ്പളങ്ങ. അപ്പോൾ ആൾ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടികയറ്റം ആണെന്ന്, വിളവെടുപ്പാണെന്ന് പറഞ്ഞ് ഉത്സവമാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇന്ന് ടോമി ചേട്ടൻ കൊടി കയറ്റി ടോമി ചേട്ടൻ്റെ ഉത്സവം തുടങ്ങാണ്. കുറേ സാധനങ്ങൾ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പാവയ്ക്കൊക്കെ പൊട്ടിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വെണ്ടയ്ക്കയും ഈ കുമ്പളങ്ങയും ഇവിടുന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ടോമി ചേട്ടൻ അത് വീട്ടിലേക്ക് കൊണ്ടുവച്ച് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, ഞാനിങ്ങനെ പറമ്പിലാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 4-4:30 ആകുമ്പോൾ വരാൻ പറഞ്ഞ് അവർ പറഞ്ഞിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ടോമി ചേട്ടൻ്റെ ഈ പൊട്ടിക്കുന്ന വിശേഷങ്ങളും ഒക്കെ നമുക്ക് ടോമി ചേട്ടൻ ചോദിച്ചു. സ്നേഹമുള്ളവരെ, കൊടി കെട്ടുകയാണ്. പുതിയൊരു കൊടി ഇന്ന് കെട്ടുകയാണ്. ആ കൊടി കെട്ടുന്നത് നിങ്ങൾ കാണണം, പഠിക്കണം. ഇന്ന് കർഷക ദിനമാണ്, കർഷകരുടെ ജന്മദിനമാണ്. അപ്പോൾ കൊടി കെട്ടാൻ പോവുകയാണ്. കൊടി കെട്ടുന്നത് കാണുക. പാവങ്ങളുടെ, കൃഷിക്കാരുടെ, എല്ലാവരുടെയും കർഷകൻ്റെയും ജന്മദിനമാണെന്ന്. ആ ജന്മദിനത്തിലാണ് കൊടി കെട്ടണത്. ഇത് കാണുക, ആസ്വദിക്കുക, മറ്റുള്ളവർക്ക് പകർന്നാലും. കൊടി കെട്ടാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ചിങ്ങ-1 എല്ലാവർക്കെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷം നേരുകയാണ്. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ കൃഷിയിടത്തിലാണ്, പള്ളിയുടെ തൊട്ടരിത്തുള്ള സ്ഥലത്തിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൊടി കെട്ടാൻ പോവുകയാണ്. കൊടി കെട്ടിക്കഴിഞ്ഞാൽ ഉത്സവമായിരുന്നു. അപ്പോൾ കൊടി കെട്ടാൻ പോവുകയാണ്. കൊടി കെട്ടി ഇനി ഉത്സവമാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വന്നാൽ വിഷമില്ലാത്ത പച്ചക്കറി ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും വീട്ടിൽ സുലഭമാണ്. ഇന്ന് തുടങ്ങി കച്ചവടം ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങളിത് കാണണം, ആസ്വദിക്കണം, മറ്റുള്ളവരേക്ക് പകർന്നു നൽകണം. അപ്പം ഇന്ന് ചിങ്ങ-1 കർഷക ദിനമാണ്. കർഷക ദിനം എന്ന് പറഞ്ഞാൽ കർഷകർ ജനിച്ച ദിവസമാണെന്ന് കർഷക ദിനം. ടോമി ചേട്ടാ, ഇന്ന് ചിങ്ങ-1 കർഷക ദിനല്ലേ? അതെ. അപ്പോൾ നമുക്ക് ടോമി ചേട്ടൻ്റെ 2 വരി കവിത പഠിച്ചിട്ടുണ്ടോ? കേക്കട്ടെ അത്. അപ്പൊ ഞാൻ ഇന്നൊരു കവിത ഒരു 4 വരി ഇവിടെ ചെല്ലുക. 5 വരി ചൊല്ലു. അപ്പൊ ആ കവിത ചെല്ലണത് കേൾക്കുക, കാണുക, ആസ്വദിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. കേട്ടാ, എല്ലാവരും ഇത് കാണുന്ന റോഡ് സൈഡാണ്. കൊടിയൊന്ന് കെട്ടണം, പാലൊന്ന് ചാർത്തണം, പാവങ്ങൾക്ക് കൈനിറയെ നൽകണം. കൊടിയൊന്ന് കെട്ടണം, മാലയൊന്ന് ചാർത്തണം, പാവങ്ങൾക്ക് കൈനിറയെ കൊടുക്കണം. കർഷകന്റെ ജന്മദിനമാണിന്ന്. കൊടിയൊന്ന് കെട്ടണം, മാലയൊന്ന് ചാർത്തണം, പാവങ്ങൾക്ക് കൈനിറയെ കൊടുക്കണം. കർഷകന്റെ ജന്മദിനമാണിന്ന്. കൊടിയൊന്ന് കെട്ടണം, മാലയൊന്ന് ചാർത്തണം, പാവങ്ങൾക്ക് കൈനിറയെ കൊടുക്കണം. കർഷകരുടെ ജന്മദിനമാണിന്ന്. കർഷകരുടെ ജന്മദിനമാണിന്ന്. കൊടിയൊന്ന് കെട്ടണം, മാലയൊന്ന് ചാർത്തണം, പാവങ്ങൾക്ക് കൈനിറയെ കൊടുക്കണം. പാവങ്ങൾക്ക് കൈനിറയെ കൊടുക്കണം. കർഷകരുടെ ജന്മദിനമാണിന്ന്. കർഷകരുടെ ജന്മദിനമാണിന്ന്. കൊടിയൊന്ന് കെട്ടണം, മാലയൊന്ന് ചാർത്തണം, കൈനിറയെ പാവങ്ങൾക്ക് കൊടുക്കണം.